ഹലോ ഫ്രണ്ട്സ്, ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൃഷിയുമായി ബന്ധപ്പെടുത്തിയിട്ട് കേരള പി എസ് സി പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കിന്ന് അറിയാം, ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ടാണ് ഇന്ന് ആചരിക്കുന്നത്. അപ്പോൾ കൃഷിയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ചോദ്യങ്ങളും തന്നെ മുൻ വർഷങ്ങളിൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നേരിട്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 23 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡിസംബർ 23 ഇന്ത്യയിലെ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ഇന്ത്യയിലെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. കർഷക ദിനം പോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ദിനങ്ങൾ കൂടിയുണ്ട്. സെപ്റ്റംബർ 2 ഇന്ത്യയിലെ നാളികേര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ദേശീയ നാളികേര ദിനമാണ് സെപ്റ്റംബർ 2. അതുപോലെ തന്നെ സംസ്ഥാന നാളികേര ദിനമാണ് ഒക്ടോബർ 12. ഒക്ടോബർ 12 കേരളത്തിലെ നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കർഷക ദിനം പോലെ തന്നെ സംസ്ഥാനത്തും ഒരു കർഷക ദിനമുണ്ട്. സംസ്ഥാന കർഷക ദിനം മലയാള മാസം അനുസരിച്ചാണ് പറയുന്നത്. ചിങ്ങം 1 നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ചിങ്ങം 1 കേരളത്തിലെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ് തന്നെയാണ് ലാറ്ററൈറ്റ് സോയിൽ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ലാറ്ററൈറ്റ് സോയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ നെല്ല് കൃഷിക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണും അലൂവിയൽ സോയിൽ തന്നെയാണ്. എക്കൽ മണ്ണ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണും. കേരളത്തിൽ കറുത്ത മണ്ണ് കാണുന്ന സ്ഥലം ഏതാണെന്ന് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചിറ്റൂരാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കറുത്ത മണ്ണ് കേരളത്തിൽ കാണുന്നത്. കറുത്ത മണ്ണ് തന്നെയാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണാണെന്നും പറയാറുള്ളത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. 2ാം സ്ഥാനത്തുള്ളത് തൃശ്ശൂർ ജില്ലയാണ്. എറണാകുളം ജില്ല 3ാം സ്ഥാനത്തുണ്ട്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമായിരുന്നത് കുട്ടനാടായിരുന്നു. പക്ഷെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. 2nd പ്ലേസ് ഉള്ളത് തൃശ്ശൂരാണ്. 3ാം സ്ഥാനം എറണാകുളം ജില്ലയ്ക്കാണ് നെല്ല് ഉൽപ്പാദനത്തിൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, തൃശ്ശൂർ ജില്ലയ്ക്ക് അതിൻ്റെതായ ഒരു നെല്ലുൽപാദന രീതിയുണ്ട്. അതുപോലെ തന്നെ അതിനെ പറ്റിയൊരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡ് അറിയപ്പെടുന്ന പേരാണ് കോൾ പാടങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. അത് പ്രശസ്തമായിട്ടുള്ള നെല്ലുൽപാദന രീതിയാണ് പൊക്കാളി കൃഷി വിപുലമായിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. 4ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ളതും നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നതും. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. പക്ഷേ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയാണ്. ഇത് പി എസ് സിയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഫാക്ടറി ആണെങ്കിൽ കൊല്ലം ജില്ല, ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ല. 5ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ അവാർഡ്. കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ അവാർഡ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മണ്ണ് സംരക്ഷണ കർഷകന് നൽകുന്നതാണ് ക്ഷോണി മിത്ര എന്ന് പറയുന്ന അവാർഡ് മണ്ണ് സംരക്ഷിച്ചിട്ടുള്ള കർഷകനുള്ളതാണ്. അതുപോലെ തന്നെ കർഷകന് നൽകുന്ന ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് ക്ഷീരധാര എന്ന് പറയുന്നത്. കേരകേസരി ഏറ്റവും മികച്ച തെങ്ങ് കർഷകന് നൽകുന്ന അവാർഡാണ് കേരകേസരി. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കേരള സർക്കാർ നൽകുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട അവാർഡുകൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കർഷകോത്തമയും ക്ഷോണിമിത്രയുമാണ്. ഇത് രണ്ടും പി എസ് സി പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. 6ാമത്തെ ചോദ്യം, ഏത് വിളയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് പാലക്കാട് ജില്ലയിലെ ഗലാസ എന്നുള്ള പദ്ധതി ആരംഭിച്ചത്? പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക, ഗലാസ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് അപ്രോച്ചാണ്. പേര് പോലെ തന്നെ ഗ്രൂപ്പ് അപ്രോച്ച് ഫോർ ലോക്കലി അഡാപ്റ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇതാണ് ഗലാസ. 7ാമത്തെ ചോദ്യം, സുഗന്ധവ്യഞ്ജനങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? സുഗന്ധവ്യഞ്ജനങ്ങളിലെ രാജാവ് ഓപ്ഷൻ ബി കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളിലെ റാണി ആണെങ്കിൽ ഏലമാണ്. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളിലെ രാജാവ് അത്തറാണ്. കൺഫ്യൂഷൻ വരരുത്. സുഗന്ധദ്രവ്യങ്ങളിലെ അത്തറും വ്യഞ്ജനങ്ങളിലെ കുരുമുളകും. മാവിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നതാണ്
അൽഫോൺസോയാണ് മാവിനങ്ങളിലെ റാണി. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. കണ്ണൂർ ജില്ലയിലാണ് പന്നിയൂരുള്ളത്. പന്നിയൂരാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പന്നിയൂർ 1, 2, 3 ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം തന്നെ കുരുമുളകിൻ്റെ വെറൈറ്റികളാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. മാടക്കത്തറ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തൃശ്ശൂർ ജില്ലയിലാണ് മാടക്കത്തറയിലാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ കശുമാവിൻ്റെ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മാടക്കത്തറയിലാണ്. വെള്ളാനിക്കരയും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമുള്ളത്. പാലാരിവട്ടത്താണ് സുഗന്ധഭവൻ ഉള്ളത്. സുഗന്ധഭവൻ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പാലാരിവട്ടത്താണ്. സ്പൈസ് ബോർഡിന്റെ ആസ്ഥാനമാണ് സുഗന്ധഭവൻ എന്ന് വിളിക്കുന്നത്. 9ാമത്തെ ചോദ്യം, ഏത് വിളയുടെ അത്യുൽപാദന ഇനമാണ് തിലോത്തമ? തിലോത്തമ എന്ന് പറയുന്നത് ഏത് വിളയുടെ ഇനമാണെന്നാണ്. തിലോത്തമ എള്ളിന്റെ ഇനമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. തിലോത്തമ, തിലതാര ഇതെല്ലാം തന്നെ എള്ളിന്റെ ഇനങ്ങളാണ്. എള്ളിന്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനങ്ങളാണ് PV1, ഞെള്ളാനി. ഇതെല്ലാം എള്ളിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. 10ാമത്തെ ചോദ്യം, വൃക്ഷങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? വൃക്ഷങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഡെൻഡ്രോളജി എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡെൻഡ്രോളജി വൃക്ഷങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. വിറ്റികൾച്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുന്തിരി കൃഷിയെ കുറിച്ചിട്ടുള്ള പഠനമാണ് വിറ്റികൾച്ചർ എന്ന് വിളിക്കുന്നത്. സെറികൾച്ചർ പട്ടുനൂൽ കൃഷിയാണ്. കാർപ്പോളജി പഴങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. കാർപ്പോളജി എന്ന് വിളിക്കുന്നത്. 11ാമത്തെ ചോദ്യം, ഏതു മണ്ണാണ് റിഗർ അതുപോലെ തന്നെ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? റിഗർ അല്ലെങ്കിൽ ചെർണോസം എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് തന്നെയാണ് റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. പരുത്തി കൃഷിക്ക് വളരെ യോജിച്ച മണ്ണാണ് ഈ കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖലയിലാണ്. അതായത് ഇന്ത്യയുടെ സൗത്ത് സെൻട്രൽ ഭാഗത്താണ് ഈ മണ്ണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്ര ഈ ഒരു ലൊക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ കോട്ടൺ അല്ലെങ്കിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. 12ാമത്തെ ചോദ്യം, മാവിൻ്റെ ജന്മദേശം ഏത് രാജ്യത്താണ്? മാവിൻ്റെ ജന്മദേശം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. മാവിൻ്റെ ശാസ്ത്രീയ നാമം മാംഗിഫെറ ഇൻഡിക്ക എന്നുള്ളതാണ്. ഇൻഡിക്ക എന്നുള്ള പേര് തന്നെ ഇന്ത്യയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മാവിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നാണ് മാവ് ഉത്ഭവിച്ചത്. ഓരോ വിളകളും അതിൻ്റെ ശാസ്ത്രീയ നാമം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്ഭവിച്ച സ്ഥലം, കണ്ടെത്തിയ സ്ഥലം എവിടെയാണെന്നാണ് അതിൻ്റെ രണ്ടാമത്തെ പേര് സൂചിപ്പിക്കുന്നുണ്ടായിരിക്കുക. മാംഗിഫെറ ഇൻഡിക്കയിലെ ഇൻഡിക്കയാണ് ഇന്ത്യയിൽ നിന്നാണെന്നുള്ളതിൻ്റെ ഒറിജിൻ ബേസ് കാണിക്കുന്നത്. 13ാമത്തെ ചോദ്യം, ഏത് വിളയുടെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ് എന്നുള്ളത്? ഇത് PSCയുടെ ഒരു ചോദ്യമാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഹെവിയ ബ്രസീലിയൻസിസ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ്. പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. റബ്ബറിൻ്റെ ജന്മസ്ഥലം തെക്കേ അമേരിക്കയിലാണ്. ബ്രസീലിൽ നിന്നാണ് റബ്ബർ ഉത്ഭവിച്ചിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം, മാട്ടുപെട്ടിയിലെ ഇന്തോസിസ് പ്രോജക്റ്റ് വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം പശു ഏതാണെന്നാണ്? മാട്ടുപെട്ടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് ഇന്തോസിസ് പ്രോജക്റ്റ്. ഡയറി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്തോസിസ് പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് പ്രകാരം വികസിപ്പിച്ച ഒരു സങ്കര ഇനം പശുവാണ് ഹോൾസ്റ്റീൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹോൾസ്റ്റീൻ ആണ് ഇന്തോസിസ് പ്രോജക്റ്റ് വഴി ഉൽപ്പാദിപ്പിച്ച സങ്കര ഇനം പശു. കേരളത്തിലെ മാട്ടുപെട്ടി പോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റ്, മാട്ടുപെട്ടിയിലെ ഇന്തോസിസ് പ്രോജക്റ്റ് പോലെ തന്നെയുള്ള മറ്റൊരു പ്രോജക്റ്റ് ഉണ്ട്. നീണ്ടകരയിലാണ് ഈ പ്രോജക്റ്റ് ഉള്ളത്. അത് ഇന്ത്യയും നോർവേയും തമ്മിലുള്ള പ്രോജക്റ്റാണ്. ഇന്തോ നോർവേ പ്രോജക്റ്റാണ്. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മത്സ്യ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്തോ നോർവേ പ്രോജക്റ്റ്. അത് നിലവിലുള്ളത് നീണ്ടകരയിലാണ്, കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ. മാട്ടുപെട്ടി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 15ാമത്തെ ചോദ്യം, സെയ്ത് വിളയ്ക്ക് ഉദാഹരണം ഏതാണെന്നാണ്? സെയ്ത് വിളകൾ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് സെയ്ത് വിള എന്നൊക്കെ. അപ്പോൾ സെയ്ത് വിള തന്നിട്ടുള്ള ഓപ്ഷൻസിൽ തണ്ണിമത്തനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെയ്ത് വിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം പച്ചക്കറി വിളകളെയാണ് സെയ്ത് വിള എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സമ്മറിൽ കൃഷി ചെയ്യുന്ന ഇനം പലവ്യഞ്ജനങ്ങളാണ് സെയ്ത് വിളയ്ക്ക് ഉദാഹരണം. 3 തരത്തിലുള്ള കാർഷിക വിളകളാണുള്ളത്: ഖാരിഫ്, റാബി, അതുപോലെ തന്നെ സെയ്ത്. ഖാരിഫ് വിളകൾ, സെയ്ത്, സമ്മർ, ഇത് പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കുക. സെയ്ത് വിളകൾ സമ്മറിൽ ഉണ്ടാകുന്നതാണ്. പഴം പച്ചക്കറി വിളകളെയാണ് സെയ്ത് വിളകൾ എന്ന് വിളിക്കുന്നത്. 16ാമത്തെ ചോദ്യം, ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണെന്നാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹൊവാർഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജൈവ കൃഷി വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഓർഗാനിക് അഗ്രികൾച്ചർ പ്രാക്ടീസസിൻ്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഹൊവാർഡ്.
ഓപ്ഷൻ സി ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഭാഷ് പാലേക്കർ. സുഭാഷ് പാലേക്കർ കണ്ടെത്തിയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ പ്രാക്ടീസാണ് ZBNF. നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്, അതാണ് ZBNF എന്ന് വിളിക്കുന്നത്. അതും ഒരു തരത്തിലുള്ള ഓർഗാനിക് ഫാമിംഗ് തന്നെയാണ്. സുഭാഷ് പാലേക്കർ മഹാരാഷ്ട്രക്കാരനാണ്. മഹാരാഷ്ട്രയിലെ അമരാവതിയിലാണ് സുഭാഷ് പാലേക്കറിൻ്റെ സ്വദേശം. JC ബോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. JC ബോസാണ് ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത്. ക്രെസ്കോഗ്രാഫ് വഴിയാണ് ചെടികളുടെ വളർച്ച കണ്ടെത്തുന്നത്. JC ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസാണ് ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത്. അതും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന്. 17ാമത്തെ ചോദ്യം, പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഏതാണെന്നാണ്. പുതിയതായിട്ട് രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരാണ് ഖാദർ എന്ന്. ഖാദറാണ് പുതിയതായിട്ട് രൂപം കൊള്ളുന്നത്. അതേസമയം പഴയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരാണ് ബങ്കർ. പഴയതാവുമ്പോൾ ബംഗം വരുമെന്ന് ആലോചിക്കുക. പഴയ എക്കൽ മണ്ണാണ് ബങ്കർ, പുതിയത് ഖാദർ. ചെർണോസം റിഗറും, ഇത് നേരത്തെ പറഞ്ഞു, ചെർണോസം റിഗറും ബ്ലാക്ക് സോയിൽ തന്നെയാണ്. ബ്ലാക്ക് സോയിലെ വിളിക്കുന്ന പേരാണ് ചെർണോസം റിഗർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, കറുത്ത മണ്ണ്. 18ാമത്തെ ചോദ്യം, കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ മങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില ഈ 3 സ്ഥലങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ മങ്കൊമ്പ്, പട്ടാമ്പി, PT എന്നെല്ലാം പറഞ്ഞിട്ടുള്ള വെറൈറ്റികൾ, വൈറ്റിലയുടെ VY ഇതെല്ലാം റൈസ് വെറൈറ്റികളാണ്. 19ാമത്തെ ചോദ്യം, ഏഴോം നെൽവിത്തിനെ പ്രശസ്തമായിട്ടുള്ള ജില്ല ഏതാണ്? ഏഴോം നെൽവിത്ത് കൃഷി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കണ്ണൂരിലെ ഉപ്പുവെള്ളം വരുന്ന പാടശേഖരങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ കൈപ്പാട് നിലങ്ങളിലാണ് ഏഴോം കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ അത് കോൾ നിലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കോൾ നിലങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. കൈപ്പാട് നിലങ്ങൾ കണ്ണൂർ ജില്ലയിലും. അതുപോലെ തന്നെ പൊക്കാളി കൃഷി നമ്മൾ നേരത്തെ പറഞ്ഞു എറണാകുളം ജില്ലയിലാണ് പ്രശസ്തമായിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം, ദേശീയ ക്ഷീര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ക്ഷീര ദിനമായിട്ട് ആചരിക്കുന്നത് വർഗീസ് കുര്യൻ്റെ ജന്മദിനമായിട്ടുള്ള ഓപ്ഷൻ ബി നവംബർ 26 ദേശീയ ക്ഷീര ദിനമായിട്ട് ആചരിക്കുന്നത്. അതേസമയം ലോക ക്ഷീരദിനമാണെങ്കിൽ അത് ജൂൺ 1 ക്ഷീരദിനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ആകെ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. ലക്ഷ്യ, ടാലന്റ്, PSC ത്രില്ലർ, പ്രൈം തുടങ്ങി എല്ലാ പബ്ലിക്കേഷൻസിന്റെയും പുസ്തകങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാം. ujwalcart.com എല്ലാ പുസ്തകങ്ങൾക്കും 30% മുതൽ 70% വരെ ഡിസ്കൗണ്ടും ഹോം ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങളും. കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് PSC ബുക്ക് ഷോറൂം നിങ്ങളുടെ വിരൽ തുമ്പിൽ. വിസിറ്റ് www.ujwalcart.com.